നമസ്കാരം. IPL 2026 സീസൺ മുന്നോടിയായി രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള തീരുമാനത്തിൽ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ മുമ്പ് കളിച്ചിരുന്ന രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു നേരെ എത്തിയത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്കാണ്. ധോണിയോടുള്ള ആരാധന മൂത്താണ് സഞ്ജു ചെന്നൈയിലെത്തിയതെന്നൊക്കെ വെറുതെ പറഞ്ഞ് പിടിപ്പിച്ചവരുണ്ട്. എന്നാൽ കാര്യം അങ്ങനെയല്ല. നേരത്തെ ഒരു ശതാബ്ദത്തിലേറെ താൻ പ്രതിനിധീകരിച്ച രാജസ്ഥാൻ റോയൽസിനെ വിട്ട് സഞ്ജു ചെന്നൈയിലേക്ക് ചേക്കേറിയത് ഇത്തരത്തിലുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാൽ ജയ്പൂർ ആസ്ഥാനമായുള്ള ടീമിനോടൊപ്പമുള്ള തൻ്റെ സമയം അവസാനിച്ചുവെന്ന് തോന്നിയത് കൊണ്ടാണ് താൻ ടീം വിട്ടതെന്ന് രാജസ്ഥാൻ റോയൽസിൻ്റെ മുൻ നായകൻ കൂടിയായ സഞ്ജു സാംസൺ പറഞ്ഞു. രാജസ്ഥാൻ തനിക്ക് ഒരു ടീം മാത്രമല്ലെന്നും ക്രിക്കറ്റ് യാത്രയിൽ വലിയ പങ്കുവച്ച ഒരു കുടുംബം പോലെയായിരുന്നു എന്നും സഞ്ജു കൂട്ടിച്ചേർക്കുന്നുണ്ട്. താൻ രാജസ്ഥാൻ വിട്ടത് വ്യക്തിപരമായും കരിയറുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളിലാണ്. ടീമിനോട് തനിക്ക് വലിയ നന്ദിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പാഴണിയുന്ന സഞ്ജു പുതിയ സീസണിലെ വെല്ലുവിളികൾ നേരിടാൻ താൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ്റെ എക്കാലത്തെയും മികച്ച ഒരു ക്യാപ്റ്റനും അതിലുപരി ഒരു കളിക്കാരൻ കൂടിയായിരുന്നു സഞ്ജു സാംസൺ രാജസ്ഥാൻ വിട്ടത് രാജസ്ഥാൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കണക്കാക്കപ്പെടുന്നത്. രാജസ്ഥാനിൽ നിന്ന് സഞ്ജു പുറത്തായതിനു പിന്നാലെ സഞ്ജുവിൻ്റെ വിടവ് നികർത്താൻ വേണ്ടി വൈഭവ് സൂര്യവംശിയാണ് രാജസ്ഥാൻ ഓപ്പണിംഗ് സ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത്. വൈഭവ് സൂര്യവംശി നല്ല കഴിവുള്ള കളിക്കാരനാണ്. അടുത്ത സഞ്ജു ആവാൻ കഴിവുള്ള കളിക്കാരൻ തന്നെയാണ് വൈഭവ് സൂര്യവംശി. രാജസ്ഥാൻ്റെ അടുത്ത സഞ്ജു സാംസൺ വൈഭവ് സൂര്യവംശി ആകാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട്. ഈ സീസണിൽ രാജസ്ഥാൻ്റെ കളി കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. ചെന്നൈയിൽ നിന്ന് സഞ്ജുവിന് മികച്ച ഓഫർ ലഭിച്ചിട്ടല്ല സഞ്ജു രാജസ്ഥാൻ വിട്ടതെന്ന് തന്നെ സഞ്ജു പറയുന്നുണ്ട്. അതേസമയം ചെന്നൈയിൽ തനിക്ക് നല്ലൊരു ഓപ്ഷനാണെന്നും സഞ്ജു പറയുന്നു. ചെന്നൈയോടൊപ്പമുള്ള ഈ സീസൺ സഞ്ജുവിൻ്റെ പരീക്ഷണ ഘട്ടം കൂടിയാണ്. ഈ സീസണിൽ തകർപ്പൻ പ്രകടനം സഞ്ജു കാഴ്ചവെക്കുകയാണെങ്കിൽ 2027 IPL ഋതുരാജ് ഗെയ്ക്വാദിന് പകരം സഞ്ജു സാംസൺ ആയിരിക്കും ചെന്നൈയെ നയിക്കുക എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ്റെ ആരാധകരിൽ മിക്കവാറും സഞ്ജുവിൻ്റെ ആരാധകരായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാൻ ബേസിൽ രാജസ്ഥാൻ മുൻപന്തിയിലായിരുന്നു. സഞ്ജു രാജസ്ഥാൻ വിട്ടതോടുകൂടി ചെന്നൈക്ക് ആരാധകർ കൂടിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സഞ്ജു ചെന്നൈയിലെത്തിയതോടുകൂടി സഞ്ജുവിൻ്റെ ആരാധകരും ചെന്നൈക്കൊപ്പം കൂടിയിട്ടുണ്ട്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ടീമായി മാറാൻ ചെന്നൈക്ക് എല്ലാ സാധ്യതയുമുണ്ട്. മികച്ച ഒരു ക്യാപ്റ്റനും മികച്ച ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറും കൂടി ടീമിൽ എത്തുന്നതോടുകൂടി ചെന്നൈ ടീം ഈ പ്രാവശ്യം സ്ട്രോങ് ടീമാവും എന്നത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഈ സീസണിൽ സഞ്ജുവിൻ്റെ കളി കാണാൻ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. ചാനൽ ലൈക്ക് ചെയ്താൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.